10 സീറ്റ് അധികമായി ബിജെപിക്ക് ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 11 സീറ്റുകളാണ് നഷ്ടമായത്. അപ്പോൾ എപ്പോഴും 10 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 21 സീറ്റുകളിൽ നിന്ന് ഉണ്ടായിരുന്നത് അതിലാണ് 11 സീറ്റുകൾ നഷ്ടമായിരുന്ന ഒരവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടി വന്നത്. അവിടെയും ബിജെപിയുടെ ഒരു മുന്നേറ്റമാണ്. കോൺഗ്രസിനും ഈ പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നിർണായ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ആണ് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പഞ്ചാബി വോട്ടേഴ്സ് എങ്ങനെയാണ് പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി അവിടെ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. തുടക്കം മുതൽ പിന്നിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി ലീഡ് നേടിയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയായ അതീഷ് ഇപ്പോഴും പിന്നിലാണ്. മനീഷ് സിസോദിയയും ലീഡ് എടുത്തു. മനീഷ് സിസോദിയയും ലീഡ് നേടി. അരവിന്ദ് കെജ്രിവാളും ലീഡ് ചെയ്യുകയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അതിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ട് ലീഡ് എടുത്തിരിക്കുകയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോഴും 1156 വോട്ടുകൾക്ക് ഇപ്പോഴും അതീഷി പിന്നിട്ട് നിൽക്കുകയാണ്. കെജ്രിവാൾ ലീഡ് നേടി. 41 ബിജെപിയുടെ ലീഡ്, ആം ആദ്മി പാർട്ടിയുടെ ലീഡ് 29. കോൺഗ്രസ് ഇപ്പോൾ ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല, ഇല്ലേ? ദേവേന്ദ്ര യാദവ് പിന്നിൽ പോയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് നേട്ടമായെന്നാണ് മനസ്സിലാക്കുക. കാരണം 23 നിന്ന് ആം ആദ്മി പാർട്ടി 29 വരുന്നു. ബിജെപി 47 നിന്ന് 41 ചുരുങ്ങുന്നു. കോൺഗ്രസ് ഒറ്റ സീറ്റിലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതായത് ആദ്യം മുതൽ ബാദ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഒന്നുമില്ല, 0 എന്ന നിലയിലേക്ക് എത്തുകയാണ്. വീണ്ടും കണക്കുകൾ മാറ്റം. ബിജെപി 42, ആം ആദ്മി പാർട്ടി 28. 70 മണ്ഡലങ്ങളിൽ ലീഡ് നില വരുമ്പോൾ അതാണ് സാഹചര്യം. 42 മണ്ഡലങ്ങളിൽ ബിജെപി, ആം ആദ്മി പാർട്ടി 28. ആം ആദ്മി പാർട്ടി 28, ബിജെപി